ഷേ, നേരെ ജോയി ഒന്ന് കളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പണ്ടൊക്കെ എങ്ങനെ കളിച്ചോണ്ടിരുന്ന ഞാനാ. ഇപ്പൊ നോക്കിയേ, ഒരു ഹെഡ് ഷോട്ട് പോലും അടിക്കാൻ അറിയില്ല. ഇപ്പൊ ഏത് മാച്ച് കളിച്ചാലും അതിൽ ആരെങ്കിലും ഒരാൾ എന്നെ നൂബേന്ന് വിളിച്ചിരിക്കും. എന്ത് ചെയ്യാനാ, പകുതി വെച്ച് നിർത്തിപ്പോയണ്ടല്ലേ. എടാ, നീ പണ്ടത്തെ പ്രോ പ്ലെയർ എങ്ങാണോ ആയിരുന്നോ? പ്രോ പ്ലെയർ ആയിരുന്നോന്നോ? എന്റെ പൊന്നു ബ്രോ, പ്രോ പ്ലെയർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാ നമ്മുടെ കളി കണ്ട് അത് കാണുന്നവര് പറയണ്ടല്ലേ, അല്ലാതെ നമ്മള് പറയണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുമായിരുന്നു ബ്രോ. പിന്നെ ഇപ്പോഴാ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നേ. കുറെ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ ചൊവ്വേ കളിക്കാൻ പോലും പറ്റണില്ല. ആടാ, അങ്ങനെയൊക്കെയാ കാര്യങ്ങളല്ലേ. എടാ, പിന്നെ നിന്റെ വോയിസ് എനിക്ക് നല്ല പരിചയമുണ്ടാ. അത് ശരി, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ബ്രോ. എനിക്ക് നല്ല പരിചയമുണ്ട് ബ്രോയുടെ വോയിസ്. അതൊക്കെ നമുക്ക് തോന്നുന്നതായിരിക്കുംടാ. ഒരേപോലെയുള്ള വോയിസ് പലർക്കും കാണത്തില്ലേ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എടാ, നീ എന്റെ കളിയൊക്കെ ഒന്ന് നോക്കിയേ. എന്നാലും ഞാൻ ഈ വോയിസ് എവിടെയോ കേട്ടിട്ടുണ്ട് ബ്രോ. എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. എവിടായിരുന്നു ഓർക്കുന്നില്ല ബ്രോ. എന്ത് ചെയ്യാൻ, ആവശ്യമുള്ള സമയത്തൊന്നും ഓർമ്മ കിട്ടത്തില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. പണ്ടൊക്കെ എത്ര പേരെ എന്നെ കളിയാക്കിയത്, അത് ഓർക്കുമ്പോ എനിക്കിപ്പോ ചിരിയാ വരുന്നേ. ഇപ്പോഴാണ് എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു അക്കൗണ്ടും ഉണ്ട്. പിന്നെ എന്നെ ചില സമയങ്ങളിൽ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ടോപ്പപ്പ് ചെയ്ത് കളഞ്ഞ പൈസയെ പറ്റി ഓർത്തിട്ടാ. എന്തുമാത്രം പൈസയാണ് ഞാൻ ഈ അക്കൗണ്ടിന് വേണ്ടി ചെലവാക്കിയത്. ആ ഒരു ചെലവാക്കുന്ന രീതിയൊന്നും ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത്രയും നാളുകൊണ്ട് ഞാൻ എത്ര രൂപയായിരിക്കും ഫ്രീ ഫയറിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഒരു 1,00,000-അടുത്ത് ഞാൻ ഫ്രീ ഫയറിന് വേണ്ടി മാത്രം ചെലവാക്കി കാണും. പിന്നെ എന്നെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പണ്ട് ഫ്രീ ഫയർ കളിക്കുന്നവരാരും തന്നെ ഇപ്പൊ ഫ്രീ ഫയർ കളിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇത്ര വർഷമായിട്ട് ഞാൻ തന്നെയാണല്ലോ ഈ ഫ്രീ ഫയറിൽ കളിക്കുന്നേ. പലപ്പോഴും എനിക്ക് ഈ ഫ്രീ ഫയർ നിർത്തിപ്പോയാലെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ ഫ്രീ ഫയറിൽ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. ഇതാരാ കുറെ നേരമായിട്ട് റിക്വസ്റ്റ് ഇടുന്നുണ്ടല്ലോ? എടാ, എന്നെ മനസ്സിലായോടാ നിനക്ക്? എടാ, ഞാൻ ടോക്സ് ആടാ. എടാ, നമ്മള് പിന്നെ രാവിലെ ഒരു മാച്ച് കളിച്ചായിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞില്ലേ നല്ല സൗണ്ടിന് പരിചയമുണ്ടെന്ന്. എടാ അളിയെ, നീയോ? എടാ, നീ പിന്നെ ഗെയിം എടുത്തോടാ. എവിടെ ആയിരുന്നല്ലോ ഇത്രയും നാള്? ആടാ, ഒരാഴ്ച ആയതേ ഉള്ളു ഗെയിം എടുത്തിട്ട്. എടാ, പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? എന്റെ പൊന്നടാവേ, സുഖം തന്നെ. എടാ, നിന്റെ നല്ല റിച്ച് അക്കൗണ്ട് ഒക്കെ ഇല്ലായിരുന്നു? ആ സെക്കൻഡ് ലൈറ്റും ഫസ്റ്റ് ലൈറ്റും അങ്ങനെ റിച്ച് അക്കൗണ്ട് ഒക്കെ. നീയല്ലേ എന്നെക്കാളും മുമ്പ് ഫ്രീ ഫയർ കളി തുടങ്ങിയത്. നിന്റെ അക്കൗണ്ട് ഒക്കെ എന്ത് ചെയ്യേ? എടാ, അന്നാണെങ്കിൽ ഞാൻ നന്നായിട്ട് കളിച്ചോണ്ട് വന്നതാ. അപ്പോഴേക്കും എനിക്കൊരു മടുപ്പടിച്ചു. പിന്നെ ഞാൻ അതോടുകൂടി കളി നിർത്തി. അപ്പോഴേക്കും കളി നിർത്തിയപ്പോ അക്കൗണ്ട് വെറുതെ ഇരിക്കുമല്ലേ. എനിക്ക് പിന്നെ പൈസയുടെ അത്യാവശ്യം വന്നപ്പോ ഞാൻ അക്കൗണ്ട് എടുത്ത് അങ്ങ് വിറ്റു. എന്തായാലും ഇപ്പൊ അക്കൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ വിറ്റത് കാര്യമായി. അല്ലാതെങ്കിൽ ഈ ഫ്രീ ഫയറിന് വേണ്ടി ഇങ്ങനെ പൈസ വെറുതെ കളഞ്ഞു പോയേനെ. എടാ, എന്നാലും നിന്റെ അക്കൗണ്ട് ഇപ്പൊ റിച്ച് ആയല്ലോടാ. എടാ, പണ്ട് നീ എന്ത് നൂബായിരുന്നടാ, ഓർക്കുന്നുണ്ടോ? നിന്നെ എന്തൊക്കെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. എടാ, ഇപ്പൊ നിന്റെ അക്കൗണ്ട് നോക്കിയേ, എന്ത് ലെവലൊക്കെ ഉണ്ട്. പണ്ട് 36 കിടന്ന ലെവലാ, ഇപ്പൊ അവൻ 76 ലെവലുണ്ട്. എന്റെ അമ്മോ, നീ ഫ്രീ ഫയറിൽ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നല്ലോടാ. ആടാ, ആ കാര്യം കുറച്ചു മുമ്പ് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. എടാ, അന്നൊക്കെ ഞാൻ എന്ത് നൂബായിരുന്നല്ലേ. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ചിരിയാ വരുന്നേ. ആ ഒരു സമയത്ത് എന്തുവായിരുന്നേ? നിന്റെയിലാണെങ്കിൽ നല്ല റിച്ച് അക്കൗണ്ട്, എന്റെയിലാണെങ്കിൽ നീ ഇപ്പൊ ഇട്ടേക്കുന്ന പോലെ കുറെ കോസ്റ്റ്യൂമും ഒരു ആദവും. എന്തവസ്ഥയായിരുന്നല്ലേടാ. അതെ അതെ, ഇപ്പൊ നോക്കിയടാ, നീ റിച്ചും ഞാൻ നൂബും. എന്തവസ്ഥയല്ലേ. കാണുന്നവരെല്ലാരും എന്നെ ഇപ്പൊ നൂബേന്നാ വിളിക്കുന്നേ. നന്നായിട്ട് കളിക്കാനും ഒന്നും പറ്റുന്നുമില്ല. പണ്ടത്തെ പോലൊന്നും കളിക്കാനും പറ്റുന്നില്ല. പണ്ടൊക്കെ ഞാൻ ഹെഡ് ഷോട്ട്, അത് ഇത് വൺ ടാപ്പ് എന്തൊക്കെയായിരുന്നു. എടാ, അത് ശരിയാടാ നീ പറഞ്ഞേ. പണ്ടൊക്കെ നീ എന്ത് നന്നായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നേ. വൺ ടാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ വിഷയമായിരുന്നു. ആ ഒരു സമയത്ത് ആർക്കും തന്നെ വൺ ടാപ്പ് അടിക്കാൻ അറിയത്തില്ല. നിനക്കും അങ്ങനെയുള്ള കുറച്ചു പേർക്കും മാത്രമേ വൺ ടാപ്പ് അടിക്കാൻ അറിയത്തുള്ളായിരുന്നു. ആടാ, അതൊക്കെ ഒരു കാലമല്ലേ. എടാ, പിന്നെ ഫ്രീ ഫയർ അങ്ങ് ഒരുപാട് അങ്ങ് മാറിപ്പോയി കേട്ടോ. എനിക്കിപ്പോ ഈ ഫ്രീ ഫയർ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എടാ, എന്ത് ചെയ്യാനാ, ഇഷ്ടപ്പെട്ടാലല്ലേ പറ്റൂ. എടാ, ഈ ഗെരീനെ ഇപ്പൊ പൈസക്ക് വേണ്ടി മാത്രമാണ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നേ. അത് പിന്നെ പണ്ടും അങ്ങനെയൊക്കെ തന്നെയാടാ. ഇപ്പൊ ഇച്ചിരി കൂടുതലാന്നേ ഉള്ളല്ലേ. എടാ, ഈ ഗെയിമിലാണെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് വന്നല്ലോടാ.
എന്ത് ക്യാരക്ടേഴ്സ് ഒക്കെയാടാ ഇത്. പണ്ടൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, അലോക്ക്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ. അതിന്റെയൊക്കെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇപ്പൊ എന്തുവാടാ? ശരിയാടാ, ഈ ഗരീനി ഈ ഫ്രീ ഫയർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എടാ ഞാൻ കുറച്ചു മുന്നേ ഒരു ഫുൾ മാപ്പ് കളിച്ചേ. അതിനകത്താണെങ്കിൽ ലാസ്റ്റ് സോണ് ഞാനും ഓപ്പോസിറ്റ് ഒരു എനിമിയും കൂടെ ഉള്ളൂ. ഞാനാണെങ്കിൽ അവന്റെ അടുത്തെത്താറായി, അപ്പോഴേക്കും അവൻ ഗ്ലൂ വാൾ ഇട്ടു. ഞാനാണെങ്കിൽ ഗ്ലൂ വാളിന്റെ ഓപ്പോസിറ്റ് അവനെ ചെന്ന് അടിക്കാൻ ചെന്നപ്പോഴേക്കും അവനൊരു ചുമന്ന വട്ടമായടാ. എന്തുവാടാ ഈ ഗെയിമിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നേ. അതുപോലെ തന്നെ ചുമന്ന വട്ടത്തിനകത്ത് കയറിയപ്പോ തന്നെ എന്റെ HP എല്ലാം കുറഞ്ഞു, ഞാൻ ചത്ത്. എടാ പിന്നെ വേറൊരു കാര്യം, ഞാനാണെങ്കിൽ ഒരു മാച്ചിനകത്ത് ഒരു എനിമിയെ അടിച്ചടാ. അവൻ നോക്കായ കൂട്ടത്തിൽ അവൻ ഗ്ലൂ വാൾ ഇട്ട്, പക്ഷെ അവൻ നോക്കായി. ഞാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്ടാ അവനാണെങ്കിൽ റിവൈവ് ആയി വരുന്നു. എടാ അതൊക്കെ എന്ത് ക്യാരക്ടറാടാ, ഇതൊക്കെ എന്തോ പരിപാടിയാടാ ഗരീനെ കാണിക്കുന്നേ. എടാ പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഞാനാണെങ്കിൽ ഒരു ക്ലാഷ് സ്ക്വാഡ് കളിച്ച്, അപ്പോഴത്തേക്ക് എന്റെ കാലിന്റെ കീഴിലോട്ട് ഒരു ചെലന്തി കൂട്ടത്തെ സാധനം വന്നടാ. ചെലന്തിയാണോ എന്ത് കോപ്പാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ സാധനം വന്നിട്ട് ഞാനങ്ങ് സ്റ്റക്കായി പോയപ്പോഴത്തേന് എനിമി എന്നെ വന്ന് അടിച്ചടാ. എന്തവസ്ഥയല്ലേ എടാ. അങ്ങനത്തെ കുറെ അവസ്ഥകൾ എനിക്ക് ഈ ഒരു ആഴ്ച കൊണ്ട് പറ്റി. എടാ ഈ ഫ്രീ ഫയർ ആകെ അങ്ങ് മാറിപ്പോയി. എടാ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പിന്നെ ശീലമായോണ്ട് അതൊന്നും കുഴപ്പമില്ല. എന്ത് ചെയ്യാനാ, അങ്ങ് കളിച്ചു പോന്നു, അത്ര തന്നെ. സത്യം പറഞ്ഞ ഈ ഫ്രീ ഫയർ പിന്നെ ഞാൻ വെറുത്തുപോയി. തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വന്നതാ, അപ്പോഴേക്കും ദേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഗെയിമില്. ഞാൻ ഫ്രീ ഫയർ അങ്ങനെ ഇനി അധികമൊന്നും കളിക്കുന്നില്ല. എടാ ഒരു കാര്യത്തിൽ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ടാ, ഈ ഒരു ഗസ്റ്റ് അക്കൗണ്ട് നിന്നെ പണ്ട് ഫ്രണ്ട് ആക്കിയത് കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പൊ കാണാൻ പറ്റിയില്ലേ. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ശരിയാടാ നീ പറഞ്ഞേ. ഞാൻ കുറെ ഫ്രണ്ട്സിനെ ഈയിടയ്ക്ക് റിമൂവ് ചെയ്തടാ, ഇന്നാക്റ്റീവ് ആയിട്ടുള്ളേ. പക്ഷെ നിന്നെ മാത്രം റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കാര്യമായല്ലോ. ആടാ എടാ പിന്നെ നീ ഗെയിമിനകത്ത് ഇപ്പൊ ഡയമണ്ട് ഒക്കെ ടോപ്പപ്പ് ചെയ്യാറുണ്ടോടാ? നിന്റെ അക്കൗണ്ട് കണ്ടാ അറിയാം ടോപ്പപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. എടാ അങ്ങനെ ഇപ്പൊ ടോപ്പപ്പ് ഒന്നും ചെയ്യത്തില്ല. ചില സമയങ്ങളിലൊക്കെ മന്ത്ലി എടുക്കും, ചില സമയങ്ങളിൽ വീക്കിലി എടുക്കും. അല്ലാതെ ഡയമണ്ട് ആയിട്ട് ഞാനിപ്പോ അങ്ങനെ വാങ്ങിക്കാറില്ല. ആടാ അങ്ങനെയൊക്കെ ആണല്ലേ കാര്യങ്ങള്. എന്തായാലും നീ ടോപ്പപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്. വെറുതെ പൈസ ഒന്നും കളയണ്ടല്ലോ. എന്റെ അവസ്ഥ ഇപ്പൊ അറിയാലോ. പണ്ട് കുറെ ടോപ്പപ്പ് ഒക്കെ ചെയ്താ, ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പം സങ്കടം വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നീ ഈ അക്കൗണ്ടും സെയിൽ ചെയ്താലും വലിയ വിലയൊന്നും കിട്ടത്തില്ല. പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ അക്കൗണ്ടിന് വിലയില്ലല്ലോ. ആടാ അതൊക്കെ ശരിയാ. എടാ പിന്നെ ഈ ഡയമണ്ട് ഒക്കെ ഞാനിപ്പോ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടാ എന്റെ സബ്സ്ക്രൈബേഴ്സിന്. എന്തായാലും ഞാൻ അത് കൊടുക്കും. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നല്ല കമന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിക്കുള്ള കമന്റ് വേണം. ആ ഒരു കമന്റ് ചെയ്യുന്നവർക്ക് അതിനകത്തുനിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കോടാ. ആടാ അതൊക്കെ നീ നല്ല കാര്യമാ ചെയ്യുന്നേ. എടാ നിന്റെ ചാനലൊക്കെ ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആടാ താങ്ക്സ്. എടാ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ സബ് ചെയ്യുന്നില്ല. സബ് ചെയ്യാത്ത ഇനിയും കുറെ പേരുണ്ടാ, ആരും തന്നെ അങ്ങോട്ട് സബ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ സബ് ചെയ്ത് വെക്ക്, എന്നാൽ മാത്രമേ നമ്മളിരുന്ന ഇങ്ങനത്തെ വീഡിയോസും കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അത് തന്നെ. എടാ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇവരോട്. ഗൈസ് നിങ്ങൾ എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, മറക്കല്ലേ. ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. എടാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാട്ടോ. ആടാ ഓക്കേടാ, ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും വെച്ച് കാണാം നമുക്ക്.